അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, 2025 മാർച്ച് മാസം 1 അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്താൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഒരു പക്ഷേ പരിശുദ്ധ റമളാനു ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകുകയാണ്. അതല്ല എങ്കിൽ നാളെ മഗ്‌രിബിയോടുകൂടെ നിർബന്ധമായിട്ടും പരിശുദ്ധ റമളാനു ഷരീഫ് നമ്മളിലേക്ക് എത്തും. അള്ളാഹു ഈ റമളാനു ഷരീഫിനെ പരിപൂർണമായി സ്വീകരിച്ച് നല്ല നിയ്യത്തോടുകൂടെ എല്ലാ അമലുകളും ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന റമളാനിൽ നമ്മുടെ നോമ്പും അമലും അള്ളാഹു ആക്കുമാറാകട്ടെ. ഞാൻ ഈ ലൈവിൽ വന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്തായിക്കൊണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള മഹല്ലുകളുടെ ബാങ്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റമളാനിലെ നോമ്പ് തുടക്കം കുറിക്കുന്നത് അത്താഴത്തോടു കൂടെയാണ്. നമ്മൾ അത്താഴം നിർത്തേണ്ടത് ബാങ്ക് കേൾക്കുമ്പോൾ, ഏകദേശം ബാങ്കിനോടനുബന്ധിച്ച് നിർത്തപ്പെടേണ്ടതാണ്. തുറക്കലും ബാങ്കിലാണ്. പക്ഷെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള മഹല്ലുകളിലത്തെ ബാങ്ക് ഇന്നത്തെ സുബൈ വരെ വീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പല മഹല്ലുകളിൽ നിന്നും ദിനേന കൊടുക്കപ്പെടുന്നത് വളരെ അന്തരമായ വ്യത്യാസത്തിലാണ്. ഒരു പക്ഷേ മുഅദ്ദിൻ ഉറക്കത്തിലോ യാദർശികമായി എത്തിപ്പെടാത്ത സമയത്ത് അര മിനിറ്റോ ഒരു മിനിറ്റോ വൈകിയതിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിക്കൊണ്ട് സുബഹിക്കും മഗ്‌രിബിക്കും വളരെ വ്യത്യാസത്തിൽ ചില പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കപ്പെടുന്നു. ഇത് നമ്മുടെ നോമ്പിനെ ഫസാദാക്കാൻ ധാരാളം സാധ്യതകളുള്ളതാണ്. അതുകൊണ്ട് അവനവൻ ഏറ്റ ജോലി കൃത്യമായി നമ്മൾ നടത്തേണ്ടതിരിക്കുന്നു. മറ്റുള്ളവരുടെ നോമ്പ് ഫസാദാകുന്ന രീതിയിൽ ഒരാളും അത്തരം രീതി സ്വീകരിക്കുന്നത് ശരിയല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇന്നത്തെ സുബൈ വീക്ഷിച്ചപ്പോൾ ചില ദിവസത്തെ മഗ്‌രിബുകളും വീക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധ റമളാനു ഷരീഫിൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു വോയിസിൽ വന്നത്. കൃത്യമായി വാങ്ക് കേൾക്കുന്നവരും അത് കൃത്യനിഷ്ഠതയോടെ ശ്രദ്ധിച്ച് ഇത് യഥാർത്ഥ ടൈമിൽ തന്നെയാണോ കൊടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം അവനവൻ്റെ അത്താഴവും അവനവൻ്റെ നോമ്പ് തുറക്കലും ചെയ്യപ്പെടേണ്ടത് എന്നൊരു ഉണർത്തലാണ്. ഇത് വിശുദ്ധ റമളാനിൻ്റെ മുന്നോടിയായി ഈ വോയിസിൽ പറയുന്നത്. ഇത് കേട്ടിട്ട് ആരെങ്കിലും ഇത്തരം ചെയ്താൽ അതിൽ നിന്നൊരു നന്മ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താമെന്ന് കരുതിക്കൊണ്ടാണ്, ആരെയും വേദനിപ്പിക്കാനല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഖൈറാത്തുകളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.